Dear students, welcome to our social science class. Today we are going to learn our fifth chapter. The title of this chapter that is economic sources അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ. You might have heard of the project സമ്പൂർണ്ണ. സ്കൂളുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ പറ്റി. എന്താണ് സമ്പൂർണ്ണ? സമ്പൂർണ്ണ വിച്ച് കളക്ട്സ് ആൻഡ് റെക്കോർഡ് ഓഫ് ഓൾ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു എവരി സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ. ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്നത് സമ്പൂർണ്ണയിലാണ്. അതായത് കുട്ടികളുടെ ഡീറ്റെയിൽസ്, പേരൻസിനെ കുറിച്ചായാലും പേരൻസിൻ്റെ ഒക്കുപ്പേഷനെ കുറിച്ചായാലും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് സമ്പൂർണ്ണയിലാണ്. അതായത് പേരൻസ് ഒക്കുപ്പേഷൻ ഉൾപ്പെടെ. ഒബ്സർവ് ദി ഫിഗർ, ഇവിടെ ഒരു ഫിഗർ തന്നിരിക്കുന്നത് കുറേ തൊഴിലുകളുടെ പേരാണ്. സം എക്സാമ്പിൾസ് ഓഫ് ഒക്കുപ്പേഷൻ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ കൃഷി, വെസൽ മേക്കിംഗ് പാത്രനിർമ്മാണം, ക്ലീനിങ് ശുചീകരണം, പോലീസ് ഫിഷിംഗ് മത്സ്യബന്ധനം, IT സെക്ടർ IT മേഖല, ഫയർഫോഴ്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ, മൈനിങ് ഖനനം, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ വൈദ്യുതി വിതരണം, റോഡ് കൺസ്ട്രക്ഷൻ റോഡ് നിർമ്മാണം, ഹോട്ടൽ. ഇതൊക്കെയാണ് തൊഴിലുകൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ സം എക്സാമ്പിൾസ് ഓഫ് ഒക്കുപ്പേഷൻ. ഓക്കെ, അടുത്തത് ഈ ഒക്കുപ്പേഷനെയൊക്കെ, ഈ മേളിൽ നമ്മൾ കുറേ ഒക്കുപ്പേഷനെ പറഞ്ഞല്ലോ, ഈ ഒക്കുപ്പേഷനെയൊക്കെ എന്ത് ചെയ്യാം? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ ജോലികൾ അല്ലെങ്കിൽ ഈ ഒക്കുപ്പേഷനെ എന്താണ് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നത്? നമുക്ക് വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ടാണ് തൊഴിലുകളെ നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തോ ലഭിക്കുന്നു? വരുമാനം. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ തൊഴിലുകളെ എന്തോ പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഒക്കുപ്പേഷൻസ് ആർ കോൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ബിക്കോസ് ദേ ജനറേറ്റ് ഇൻകം. അത് എന്തുകൊണ്ടാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? ദേ ജനറേറ്റ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ വരുമാനം. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒക്കുപ്പേഷനെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, മൂന്നായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ. പ്രൈമറി സെക്ടറിനെ നമുക്ക് വേറൊരു പേര് പറയാം. എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടർ. പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. പ്രാഥമിക മേഖലയുടെ വേറൊരു പേരാണ് കാർഷിക മേഖല. രണ്ടാമത് സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ. സെക്കൻഡറി സെക്ടറിൻ്റെ വേറൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല. ദ്വിതീയ മേഖലയുടെ വേറൊരു പേരാണ് വ്യവസായ മേഖല. മൂന്നാമത്തത് ടേർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ. ടേർഷറി സെക്ടറിൻ്റെ വേറൊരു പേരാണ് സർവീസ് സെക്ടർ. അതേപോലെ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. തൃതീയ മേഖലയുടെ വേറൊരു പേരാണ് സേവന മേഖല. അന്നേരം നമുക്ക് ഈ തൊഴിലുകളെ അല്ലെങ്കിൽ ഈ സാമ്പത്തിക സ്രോതസ്സിനെ അല്ലെങ്കിൽ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ ഓർ അഗ്രികൾച്ചറൽ സെക്ടർ പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല. സെക്കൻഡറി സെക്ടർ ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല. ടേർഷറി സെക്ടർ ഓർ സർവീസ് സെക്ടർ തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല. ഇത് ഓരോന്നും എന്താണ്? ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്നാണ് നോക്കാം. ദി സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കാൾഡ് പ്രൈമറി സെക്ടർ. അന്നേരം എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുന്നു? നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു? ഈ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഈ മേഖലയിൽ യൂസ് ചെയ്യുന്നു. ഡയറക്റ്റ് യൂസ് ഓഫ് natural resources. The sector involving activities making direct use of natural resources is called primary sector. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. As activities related to agriculture form a major part of it.
ഇതിന് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവയെ എന്തോ പറയുന്നത്, കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. അതായത് ദി സെക്ടർ ഈസ് ഓൾസോ കൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അവയ്ക്ക് അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഈ പ്രൈമറി സെക്ടറിനെ എന്ത് വിളിക്കാം, പ്രാഥമിക മേഖല എന്ത് വിളിക്കാം, കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്? ദി സെക്ടർ ഇൻവോൾവിംഗ് ആക്ടിവിറ്റീസ് മേക്കിംഗ് ഡയറക്റ്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഈസ് കാൾഡ് പ്രൈമറി സെക്ടർ. As activities related to agriculture form a major part of it, this sector is also called agricultural sector. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖലയെന്നും ഇത് അറിയപ്പെടുന്നു. ഇനി പ്രൈമറി സെക്ടറിൽ വരുന്ന ഒക്കുപ്പേഷൻസ് ഏതൊക്കെയാണ്? കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ, മത്സ്യബന്ധനം ഫിഷിംഗ്, ഖനനം മൈനിങ്, ഇതൊക്കെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അതുപോലെ ക്യാറ്റിൽ ഫാമിംഗ് അല്ലെങ്കിൽ കന്നുകാലി വളർത്തലും നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ കൃഷി, ഫിഷിംഗ് മത്സ്യബന്ധനം, മൈനിങ് ഖനനം, അതേപോലെ ക്യാറ്റിൽ ഫാമിംഗ് അല്ലെങ്കിൽ കന്നുകാലി വളർത്തൽ, ഇതെല്ലാം പ്രൈമറി സെക്ടറിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡറി സെക്ടർ ഓർ ദ്വിതീയ മേഖല. There are economic activities that manufacture goods making use of products of primary sector as a raw materials. അതായത് നമ്മൾ കണ്ടു, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖലയാണിത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. എന്നാൽ ഈ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ there are economic activities that manufacture goods making use of the product of primary sector as a raw material. ഈ പ്രാഥമിക മേഖലയിലെ അല്ലെങ്കിൽ പ്രൈമറി മേഖലയിലെ പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? റോ മെറ്റീരിയൽസായിട്ട് ഉപയോഗിച്ച് അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. എന്താണ്? പ്രൈമറി സെക്ടറിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതായത് അത് റോ മെറ്റീരിയൽസായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? മാനുഫാക്ചർ ഗുഡ്സ് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? സെക്കൻഡറി സെക്ടർ. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. സച്ച് ആക്ടിവിറ്റീസ് ഫോൾ അണ്ടർ ദി സെക്കൻഡറി സെക്ടർ. ആസ് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ. അന്നേരം ഈ മേഖലയിൽ ഈ വ്യവസായത്തിന് എന്ത് ചെയ്യുന്നു? കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ഈ മേഖലയിൽ വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഈ മേഖലയെ വ്യാവസായിക മേഖലയെന്നും വിളിക്കുന്നു. അതിന് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ സെക്കൻഡറി സെക്ടർ. അതുകൊണ്ട് ഇതിനെ എന്തോ പറയാം? ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യവസായ മേഖല എന്നും വിളിക്കും. മനസ്സിലായല്ലോ എന്താണ് സെക്കൻഡറി സെക്ടർ? There are economic activities that manufacture goods making use of the products of primary sector as a raw materials. Such activities fall under the secondary sector. As it gives more importance to industrial activities, it is also called industrial sector. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ എന്ത് വിളിക്കാം? വ്യാവസായിക മേഖല എന്നും വിളിക്കും. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്ന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? വെസൽ മേക്കിംഗ് പാത്ര നിർമ്മാണം, റോഡ് കൺസ്ട്രക്ഷൻ റോഡ് നിർമ്മാണം, സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതി വിതരണം, മെക്കാനിക് ഇലക്ട്രീഷ്യൻ, ഇതെല്ലാമാണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ വരുന്നത്. ഏതൊക്കെയാണ്? വെസൽ മേക്കിംഗ് പാത്ര നിർമ്മാണം, റോഡ് കൺസ്ട്രക്ഷൻ റോഡ് നിർമ്മാണം, സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി വൈദ്യുതി വിതരണം, മെക്കാനിക്ക് ഇലക്ട്രീഷ്യൻ, ഇതെല്ലാം ഏതാണ്? സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയാണ്. ഇവയുടെ വേറൊരു പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെർഷ്യറി സെക്ടർ ഓർ തൃതീയ മേഖല. ഇതിൻ്റെ വേറൊരു പേര് സർവീസ് സെക്ടർ ഓർ സേവന മേഖല. സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. എന്ത് ചെയ്യുന്നു? ഈ പ്രൈമറി മേഖലയിലെയും സെക്കൻഡറി മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു?
കളക്ട് ചെയ്യുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഏത് മേഖലയിലെ പ്രവർത്തനങ്ങളാണ്? ഈ സർവീസ് സെക്ടറിൽ അല്ലെങ്കിൽ സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇൻ അഡീഷൻ ടു ദിസ്, സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, IT എക്സെട്ര. ഇവയ്ക്ക് പുറമേ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. അന്നേരം എന്താണ്, ഈ പ്രൈമറി മേഖലയിലെയും സെക്കൻഡറി മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു? അവ കളക്ട് ചെയ്യുകയും ശേഖരിക്കുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതിന് പുറമേ വേറെ എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ബാങ്കിങ്, IT, ട്രാൻസ്പോർട്ട്, ഇതെല്ലാം ഈ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ടെർഷ്യറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്നതാണ് തൃതീയ മേഖല. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് സർവീസ് സെക്ടർ. ഇത് സേവന മേഖല എന്നും പറയുന്നു. അന്നേരം ക്ലീനിങ്, ശുചീകരണം, പോലീസ്, IT സെക്ടർ, ഫയർഫോഴ്സ്, ഹോട്ടൽ ഇതെല്ലാം ഉൾപ്പെടുന്നത് ടെർഷ്യറി സെക്ടറിലാണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്കണോമിക് ഗ്രോത്ത് ടേക്സ് പ്ലേസ് വെൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ ഫങ്ഷൻ ആസ് എ ഹോൾ. ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. എന്താണ്, ഈ പ്രൈമറി മേഖലയിലും സെക്കൻഡറി മേഖലയും ടെർഷ്യറി സെക്ടറും അല്ലെങ്കിൽ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറും ഈ മൂന്ന് മേഖലയും കൂടി ഒന്നിച്ച് പരസ്പരം പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇതിന് കൂടുതൽ ഉദാഹരണങ്ങൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇത്രയും നന്നായി വായിച്ച് പഠിക്കുക. ഓക്കെ.